ഹലോ ഹായ് ഇറ്റ്സ് മീ സിനിമാ ചേട്ടൻ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 അതായത് ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയിട്ടുള്ള OTT റിലീസായിട്ടുള്ള ഗംഭീരമായി ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു 5 സസ്പെൻസ് ത്രില്ലർ മൂവീസിൻ്റെ വിശേഷങ്ങളാണ്, തമിഴ് ചിത്രങ്ങളാണ്. അപ്പോൾ ഗംഭീരമായി ഒട്ടും തന്നെ ബോറടിക്കാതെ കണ്ടിരിക്കാൻ കഴിയുന്ന ചിത്രങ്ങൾ തന്നെയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഇന്നത്തെ ആ 5 സിനിമകളെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. 2024 തമിഴിലെ ഒരു ഗംഭീരമായ ഒരു ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഫൈൻഡർ പ്രോജക്റ്റ് 1 എന്നാണ് ഈ ചിത്രത്തിന്റെ പേര്. ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് ചാർലിയാണ്. അപ്പോൾ ചാർലി ചെയ്യാത്തൊരു കൊലപാതക കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കുറച്ച് അവസ്ഥകളൊക്കെ അറിഞ്ഞ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി, അതായത് ഫൈൻഡർ എന്ന പേരിലുള്ള ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി ഇയാളെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാനായി ശ്രമിക്കുകയാണ്. അങ്ങനെ ചാർലിയെ പുറത്തെത്തിക്കുന്നതും തുടർന്ന് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറേ നിമിഷങ്ങളാണ് ഈ ഒരു ഫൈൻഡർ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ ഓൺലൈൻ സ്റ്റോറി. തീർച്ചയായും ഗംഭീരമായി തന്നെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ഫൈൻഡർ. അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും അവരുടെ റോളുകൾ അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒട്ടും തന്നെ ബോറില്ലാതെ കണ്ടിരിക്കാനായി സാധിക്കും. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ആമസോൺ പ്രൈമിൽ തമിഴ് ചിത്രം അവൈലബിൾ ആണ്. കണ്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രം എന്ന് നോക്കാം. அவன் ஒன்றும் செய்யாத தப்பு கொண்டு ஜெயிலுக்கு போல. நீ இந்த கேஸை தூக்கி போட்டு போய் பொழைக்கிற வழி இருந்தா பாரு. 2024 തന്നെ തമിഴിൽ ഇറങ്ങിയ മറ്റൊരു ത്രില്ലർ ചിത്രമാണ് നിറങ്ങൾ 3 എന്ന ഈ ഒരു ചിത്രത്തിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ വളരെ ഗംഭീരമായ ഒരു മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് തന്നെ നമ്മളെ ഒട്ടും തന്നെ ബോറടിപ്പിക്കാതെ ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ചിത്രം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കഥാപരിസരം തന്നെയാണ് ആ ഒരു ചിത്രത്തിൻ്റെത്. ചിത്രത്തിന്റെ ഒരു ഓൺലൈൻ സ്റ്റോറി നോക്കിയാൽ നമ്മുടെ ഇതിലെ പ്രധാന കഥാപാത്രം, ശരിയാണ്, നമ്മുടെ ഇതിലെ ഹീറോ എന്ന് പറയുന്നത് ഒരു സംവിധായകനാവാൻ അതിയായി ആഗ്രഹിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെ എനിക്ക് നമ്മുടെ ഈ ചെറുപ്പക്കാരൻ എഴുതിയ സ്ക്രിപ്റ്റ് ഒരു മോഷ്ടാവ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. ഏതിനാണ് എന്നൊന്നും അറിയില്ല. ആ ഒരു സ്ക്രിപ്റ്റ് അയാൾ മോഷ്ടിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഹീറോ അയാൾ കഷ്ടപ്പെട്ട് എഴുതിയ ആ കഥ മോഷണം പോയതിൽ ഒരുപാട് ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നു. ഇതേ സമയത്ത് തന്നെ ഒരു കോളേജ് പ്രൊഫസറായ റഹ്മാൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ മകളെ ആരോ കിഡ്നാപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മകളെ കാണാതാവുകയാണ്. അങ്ങനെ ഈ ഒരു കേസ് നമ്മുടെ മറ്റൊരു കഥാനായകനായ ശരത് കുമാർ, പോലീസ് ഓഫീസറായ ശരത് കുമാറിൻ്റെ സ്റ്റേഷനിൽ എത്തുകയാണ്. അങ്ങനെ ശരത് കുമാർ ഇതിനെയൊക്കെ പറ്റി അന്വേഷിക്കുന്നതും ഈ ഒരു സ്ക്രിപ്റ്റ് കാണാതായ ഈ ഒരു സംഭവവും ഇദ്ദേഹത്തിൻ്റെ മകളെ കാണാതായ ഈ ഒരു സംഭവവും ആ ഒരു റഹ്മാൻ്റെ മകളുടെ ബോയ് ഫ്രണ്ടായ മറ്റൊരു ചെറുപ്പക്കാരൻ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളും, ഇങ്ങനെയൊക്കെ ഗംഭീരമായ പല ലെയേഴ്സിൽ ഇങ്ങനെ അടങ്ങി പോകുന്ന ഒരു ഗംഭീരമായ ഒരു ത്രില്ലർ മൂവി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മലയാളത്തിൽ അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത നേരം എന്ന ഒരു ചിത്രം കണ്ടവർക്കറിയാം. അതായത് ഒരുപാട് കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം നടക്കുന്ന കുറേ ത്രില്ലിംഗ് സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ. അതായത് കുറേ കഥാപാത്രങ്ങളിൽ ഒരു ദിവസം നടക്കുന്ന ഒരു ഗംഭീരമായ ഒരു സ്റ്റോറി തന്നെയാണ് ഈ ഒരു നിറങ്ങൾ 3 എന്ന ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. ഗംഭീരമായ സിനിമ തന്നെയാണ്. ആഹാ തമിഴിൽ ചിത്രം ലഭ്യമാണ്. കണ്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് കാണാൻ ശ്രമിക്കുക. ലിസ്റ്റിൽ മൂന്നാമത്തെ ചിത്രം എന്ന് നോക്കാം. இந்த மாதிரி 1000 கேஸ் தினமும் ஸ்டேஷன்ல பார்க்குறோம். கதை இங்கிருந்து யோசிக்கக்கூடாது, இங்கிருந்து யோசிக்கணும். 2024 തന്നെ തമിഴിൽ ഇറങ്ങിയ മറ്റൊരു ത്രില്ലർ ചിത്രമാണ് സ്വർഗവാസൽ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ ഓൺലൈൻ സ്റ്റോറി എടുത്ത് നോക്കിയാൽ 1999 ചെന്നൈയിലെ സെൻട്രൽ ജയിലിൽ ഒരു വലിയൊരു കലവരം നടക്കുകയാണ്, വലിയൊരു ബഹളം നടക്കുകയാണ്, പൊട്ടിപ്പുറപ്പെടുകയാണ്. അങ്ങനെ ഈ ഒരു കലവരത്തിൽ നിരവധി പേര് കൊല്ലപ്പെടുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു കലവരത്തിൻ്റെ പിന്നിലെ രഹസ്യം, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നൊക്കെ കാണിക്കുന്ന ഒരു ഗംഭീരമായ ഒരു ജയിലുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ ഗംഭീരമായ സംഭവങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് സ്വർഗവാസൽ എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ, മിസ് ചെയ്തവരാണെങ്കിൽ ഉറപ്പായി ഒന്ന് കാണാൻ ശ്രമിക്കുക. നെറ്റ്ഫ്ലിക്സിൽ ചിത്രം അവൈലബിൾ ആണ്. ഓക്കെ, ലിസ്റ്റിൽ നാലാമത്തെ ചിത്രം എന്ന് നോക്കാം. ஏன்னா அவங்களுக்கு சொர்க்கத்துக்கு போகணுன்ற ஆசை இல்லை, அந்த நரகத்திலிருந்து தப்பிக்கணுன்ற வெறியில. 2024 തന്നെ തമിഴിൽ ഇറങ്ങിയ മറ്റൊരു ത്രില്ലർ ചിത്രമാണ് സീൻ നമ്പർ 62 എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ ഓൺലൈൻ സ്റ്റോറി എടുത്ത് നോക്കിയാൽ സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ സിനിമയ്ക്കുള്ളിൽ സിനിമ കാണിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ കണ്ട വ്യക്തികളാണ് അല്ലേ. പക്ഷേ ഇത് അതിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായ ഒരു മേക്കിംഗ് എന്ന് എനിക്ക് തോന്നിയ ഒരു ചിത്രം തന്നെയാണ്. അതായത് ഈ ചിത്രത്തിൻ്റെ ആദ്യം കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംവിധായകൻ ഒരു പ്രൊഡ്യൂസറിനോട് അയാളുടെ കഥ വിവരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരു 5 കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഒരു 5 ആക്ടേഴ്സിനെ ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് അവരെ ഒബ്സർവ് ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ കുറേ പ്രവൃത്തികളൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന തരത്തിൽ
ഒരു ചിത്രം രൂപപ്പെട്ട് വരികയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവർക്കിടയിൽ നടക്കുന്ന കുറേ സംഭവങ്ങൾ, പിന്നെ ആ ഒരു സിനിമയ്ക്കുള്ളിലെ ആ ഒരു സിനിമയൊക്കെ കാണിക്കുന്ന പല ലേയേഴ്സുള്ള ഒരു ഗംഭീരമായ ഒരു ചിത്രം തന്നെയാണ് സീൻ നമ്പർ 62 എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ചിത്രം ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5ാമത്തെ ചിത്രമെന്ന് നോക്കാം. 2024 തന്നെ തമിഴിൽ ഇറങ്ങിയ മറ്റൊരു ത്രില്ലർ ചിത്രമാണ് വിടുതലൈ പാർട്ട് 2. വിടുതലൈ പാർട്ട് 1 ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് പേര് കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു ചിത്രം തന്നെയാണ്. പാർട്ട് 1-ൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് തമിഴിലെ സൂര്യയാണ്. സൂര്യ അവതരിപ്പിച്ച കോൺസ്റ്റബിൾ കുമരേശൻ എന്ന ആ ഒരു കഥാപാത്രം വളരെയധികം നമ്മളെ രസിപ്പിച്ച അല്ലെങ്കിൽ ഞെട്ടിപ്പിച്ച ഒരു കഥാപാത്രം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയമൊക്കെ ആ ചിത്രത്തിൻ്റെ ഒരു മുതൽക്കൂട്ട് എന്ന് തന്നെ പറയാനായിട്ട് കഴിഞ്ഞിരുന്നു. വിടുതലൈ പാർട്ട് 1 വിജയ് സേതുപതി അവതരിപ്പിച്ച കഥാപാത്രമാണ് പെരുമാൾ. ആ അധ്യാപകനെ അറസ്റ്റ് ചെയ്യുന്നിടത്താണ് പാർട്ട് 1-ന്റെ അവസാനം. പാർട്ട് 2-ൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകനായ പെരുമാൾ എന്ന കഥാപാത്രം ചെയ്ത വിജയ് സേതുപതിയുടെ കഥാപാത്രത്തെ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ് വിടുതലൈ പാർട്ട് 2 ചെയ്തിരിക്കുന്നത്. അതായത് പാർട്ട് 1-ന്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുത്താതെ പാർട്ട് 1-ന്റെ സീക്വൽ അല്ലെങ്കിൽ പ്രീക്വൽ എന്ന് തന്നെ പറയാം. ഈ ഒരു പാർട്ട് 2 ഗംഭീരമായി തന്നെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് വിടുതലൈ പാർട്ട് 2. കണ്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായി ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണെന്ന് പരിചയപ്പെടുത്തിയ 2024-ൽ ഇറങ്ങിയ തമിഴിലെ ഒരു 5 ഗംഭീരമായ ത്രില്ലർ ചിത്രങ്ങൾ. തുടർന്നും ഇത്തരത്തിലുള്ള ഗംഭീരമായ വീഡിയോസ് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ.